സീതയെ അപഹരിച്ച് രാവണൻ ലങ്കയിൽ കൊണ്ടുവരികയാണ്. ലങ്കയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ കനകമയമാണ് ലങ്ക. അവിടെ ധാരാളം സൗധങ്ങളുണ്ട്. അവിടെയൊന്നും താമസിപ്പിക്കുവാൻ വാൽമീകിയുടെ ചിത്രീകരണത്തിന് കഴിയില്ല. വാൽമീകിയുടെ ചിത്രീകരണത്തിൽ അശോകവനത്തിൽ ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് സീതയെ ഇരുത്തിയത്. ആ ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുത്താൻ കാരണം വാൽമീകിയുടെ ഉത്കൃഷ്ടമായ ഭാവനയും അതുപോലെ വൃക്ഷ ആരാധനയും അതിൻ്റെ പവിത്രതയിലുള്ള വിശ്വാസവും കൊണ്ടാണ് സീതയെ അവിടെ ഇരുത്തിയത്. ഇനി നമ്മൾക്ക് നോക്കിയാൽ, പിന്നീട് ആ കഥ നോക്കിയാൽ അതിൽ ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ശ്രീരാമൻ ഒഴിച്ച്, ജാംബവാൻ ഒഴിച്ച്, വിഭീഷണൻ ഒഴിച്ച്, ഹനുമാൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നിർജീവരായി. ആ സമയത്ത് ഹനുമാനെ മൃതസഞ്ജീവിനി ഔഷധം കൊണ്ടുവരുന്നതിനു വേണ്ടി ജാംബവാൻ നിയോഗിക്കുകയാണ്. അപ്പോൾ അവിടെ ഇർഷഭാദ്രിയിലാണ് അദ്ദേഹം ചെല്ലേണ്ടത്. ആ ഇർഷഭാദ്രിയിൽ ചെന്നപ്പോൾ അവിടെ സന്താനകരണി, വിശല്യകരണി, സുവർണകരണി, മൃതസഞ്ജീവിനി എന്നിങ്ങനെ 4 ഔഷധ ചെടികളുണ്ടായിരുന്നു. ആ ഔഷധ ചെടി പോകുമ്പോൾ തന്നെ ജാംബവാൻ പറഞ്ഞു, അത് ആദിത്യനോളം പ്രഭയുള്ളതാണ്, അത് വേദസ്വരൂപമാണ്. ഉത്തുംഗമായ 2 മരങ്ങളിൽ ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇടയിൽ വളരുന്ന ഔഷധ ചെടികളാണ്. ഈ ഔഷധ ചെടി ഹനുമാൻ കൊണ്ടുവന്ന് എല്ലാവരും മരിച്ചു കിടക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്നപ്പോൾ കാറ്റിൽ തട്ടി ആ ഔഷധ ചെടിയുടെ മണം ഏറ്റതോടുകൂടി നിർജീവരായ എല്ലാവരും ജീവൻ വെച്ചു. അപ്പോൾ ആ ഔഷധ ചെടിയുടെയിലുള്ള ആ പ്രാധാന്യം അത് വൃക്ഷാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. നമസ്കാരം.